സ്ഥാനം ദുരുപയോഗം ചെയ്ത് വൾണറബിൾ ആയിട്ടുള്ള സ്ത്രീകളെ അവരെ ശാരീരികമായി ദുരുപയോഗം ചെയ്യുകയും അത് ആയിരക്കണക്കിന് സ്ത്രീകളുടെ എണ്ണത്തിലേക്ക് കടക്കുകയും അത് 4-5 വർഷമായി തുടരുകയും ഒക്കെ ചെയ്യുകയും അതെല്ലാം വീഡിയോയിൽ പകർത്തി ആനന്ദം കണ്ടെത്തുകയും ചെയ്ത ഒരു സൈക്കോപാത്താണ് പ്രജ്വൽ രേവണ്ണ. മലയാളികൾ പ്രജ്വൽ രേവണ്ണയെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിക്കണമെന്ന് ഞാൻ ഒരു മാസം മുന്നേ വെറുതെ സൂചനയായിട്ട് പറഞ്ഞേ ഉള്ളൂ, ഒരു മെമ്മറി ടെസ്റ്റ് പോലെ. കാരണം പ്രജ്വൽ രേവണ്ണയൊന്നും നമ്മൾ ഒരിക്കലും മറക്കരുത്. കാരണം പ്രോബിറ്റി ഇൻ പബ്ലിക് ലൈഫ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ആർക്കും പൊതുമധ്യത്തിൽ നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകന്റെ വ്യക്തി ജീവിതത്തെയും അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തെയും വിശകലനം ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് നിഷേധിക്കപ്പെടാൻ പറ്റില്ല. കാരണം അവർ പൊതുജനങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ട ആളുകളാണ്. അവർക്ക് വ്യക്തി ജീവിതത്തിന്റെ സ്വകാര്യതകളാകാം, അതിനപ്പുറത്തേക്ക് അവരുടെ പൊതുജീവിതത്തെ അതിൽ ഉപയോഗിക്കുന്ന, അതിൽ വഹിക്കുന്ന പദവികളെയൊക്കെ ഉപയോഗപ്പെടുത്തി വ്യക്തി ജീവിതത്തിൽ സ്വാർത്ഥ ലാഭങ്ങളും അതുപോലെ തന്നെ സ്വകാര്യ സുഖങ്ങളുമൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയാൽ അവിടെ അതിൻ്റെ ആ നേരിയ രേഖ നമ്മൾ ലംഘിക്കപ്പെടുകയാണ്. ആ ബ്രീച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത് കേരളത്തിൽ ശബ്ദമില്ലാതെ പോകുന്ന ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടിയാണോ എന്ന് പോലും എനിക്ക് വീണ്ടും ഒരു സംശയമുണ്ട്. ശബ്ദമില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക്. കാരണം കോൺഗ്രസ് പ്രവർത്തകരുടെ ശബ്ദം നിലച്ചുപോയിട്ട് ഏകദേശം 10-12 മാസത്തിലേറെയായി. ലോക്സഭാ വിജയം കോൺഗ്രസിനെ കേരളത്തിൽ ഒരു തരത്തിൽ മത്ത് പിടിപ്പിച്ചിരുന്നു. അത് പൊതുസമൂഹത്തിലേക്ക് അവരതെങ്ങനെയാണ് അത് പകർന്നാടിയത് എന്നുള്ളതിൻ്റെയും ഏകദേശം ഒരു 3-4 വർഷങ്ങളായി അതിൽ കൂടുതലായി തന്നെ ഒരാൾ നടത്തിയ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വഹിക്കുന്ന രാഷ്ട്രീയ സ്ഥാനങ്ങളും പവർ പൊസിഷൻസും ഒക്കെ ദുരുപയോഗം ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഇനി കേരള സമൂഹം ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. കേരളത്തിൻ്റെ പ്രജ്വൽ രേവണ്ണ ആരാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലായി. പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ അഴികൾക്കുള്ളിലാണ് കേട്ടോ. കാരണം കർണാടകയിലെ കോൺഗ്രസ്, അവിടെയാണ് അതിൻ്റെ വൈരുദ്ധ്യം കിടക്കുന്നത്. കർണാടകയിലെ കോൺഗ്രസ് വളരെ കേമമാണ് എന്നാണ് പറച്ചിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ MP-യെ കൃത്യമായി പൂട്ടി, തെളിവുകൾ നിരത്തി കോടതിയിൽ ഹാജരാക്കി, ഇപ്പോഴും ജാമ്യം അനുവദിക്കപ്പെടാതെ ജയിലിൽ തന്നെ തുടരുകയാണ് പ്രജ്വൽ രേവണ്ണ. 2 ആഴ്ചകൾക്ക് മുന്നെയാണ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ വീണ്ടും തള്ളുകയും വിധി ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. അപ്പൊ കേരളത്തിലെ കോൺഗ്രസിന് വേറൊരു ന്യായമാണുള്ളത്. കാരണം കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം ഇല്ലാതെയായിട്ട് കുറെ ആയി എന്ന് പക്ഷെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.